എന്ന് പറയുന്നവർ അങ്ങോട്ട് നോക്കട്ടെ എന്ന് നക്ഷത്രങ്ങളെ ചൂണ്ടി നാലപ്പാടൻ പറയാറുണ്ടെന്ന് സുഹൃത്തും ബന്ധുവുമായ കെ രാജാവ് എഴുതിയിട്ടുണ്ട്. നക്ഷത്രങ്ങളോടുള്ള ഈ പ്രേമം എന്നാണ് നാലപ്പാടൻ്റെ ഉള്ളിൽ കയറി കൂടിയത്? വിശ്വസാഹിത്യകാരന്മാരിൽ നിന്ന് അദ്ദേഹം കടം വാങ്ങിയതാണോ? ചക്രവാളത്തിലും പുളകാങ്കുരത്തിലും കണ്ണുനീർത്തുള്ളിയിലും ഭൂമിയും ആകാശവും ജ്യോതിർഗോളങ്ങളും പരാമർശിക്കപ്പെടുന്നു. 1925 പ്രത്യക്ഷപ്പെട്ട പാവങ്ങളിലുമുണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ച് ഒട്ടേറെ വർണ്ണനകൾ. അപ്പോൾ ഹ്യൂഗോവിൻ്റെ നക്ഷത്രങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടാണോ കെ രാജാവ് ഉദ്ധരിച്ച ആ തത്വശാസ്ത്രം നക്ഷത്രങ്ങളെ സംബന്ധിച്ചത് നാലപ്പാടിന് ലഭിച്ചത്? അല്ല എന്നാണ് ഉത്തരം. കാരണം 1907 1908 വെറും 21 വയസ്സുള്ളപ്പോൾ തന്നെയാണ് ഈ കവി ആദ്യമായിട്ട് നക്ഷത്രങ്ങൾ എന്നൊരു കവിത എഴുതുന്നത്. ആ കവിതയുടെ ഉള്ളടക്കം എന്താ? കൂടിക്കൂടി വരുന്ന കുടുംബ ഭരണ പ്രയാസക്കൊടുംചൂടിൽ. അത് അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവമാണ്. ആ പ്രയാസങ്ങളുടെ ഇടയിൽപ്പെട്ട് എരിഞ്ഞ മനസ്സോടുകൂടി രാത്രി ഉറക്കം വരാതെ ഒരാൾ മുറ്റത്ത് ഉലാത്തുകയാണ്. കുട്ടിയാണ്. 16 വയസ്സിലാണ് കുടുംബഭാരം വന്ന് വീഴുന്നത് നാലപ്പാടിൻ്റെ കലയിൽ. അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ കുടുംബഭാരത്തിൻ്റെ ദുരിതം കൊണ്ട് വയ്യാണ്ടായിട്ട് മുറ്റത്തിലാത്തുകയാണ്. തൻ്റെ മനസ്സിന് ഇത്തിരി സുഖം കിട്ടുമോ എന്ന് നോക്കാൻ മുറിവിട്ട് പുറത്തു വന്നു. പൂക്കളെ തഴുകി വരുന്നൊരു കുളിർ തെന്നൽ വീശി മനസ്സിന് ഒരു ഉണർച്ച വന്ന മുഹൂർത്തത്തിൽ മുറ്റത്തിട്ട കട്ടിലിൽ ഇരുന്നു കൊണ്ട് അയാൾ അഴകുള്ളതും ആശാന്വിതവുമായ ആകാശത്തേക്കൊന്ന് നോക്കി. നീലച്ച മേൽക്കട്ടിമേൽ രസക്കൊടുക്കുകൾ കെട്ടിത്തൂക്കിയ പോലെ തൻ്റെ മുകളിൽ ആകാശം കണ്ടു അദ്ദേഹം ആനന്ദപുളകിതനായി. മുമ്പൊരിക്കലും തൻ്റെ മനസ്സിൽ ഉദിക്കാത്ത വിധത്തിലുള്ള ചിന്താരസം തട്ടിയ അയാൾ തന്നോട് തന്നെ പുതുമയാംവണ്ണം ഇങ്ങനെ പറഞ്ഞു: ഈ ലോകമാകുന്ന നാടക സമാജത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? അദ്ദേഹം ഈ രാത്രിയിൽ പുതുമോടിയിൽ ഒരു നാടകം അഭിനയിക്കാൻ വിചാരിക്കുന്നുണ്ടോ? നക്ഷത്രപ്പുള്ളികളുള്ള നീലാകാശപ്പട്ടുകൊണ്ട് ഭൂമിയാകുന്ന അരങ്ങ് വിധാനിക്കപ്പെട്ടിരിക്കുന്നു. ആകാശമാകുന്ന മനോഹരമായ മരതകശ്രീയാണ്ട നീരാഴിയിൽ ചിതറിത്തെളിഞ്ഞ പുതിയ തൂവെണ്ണുരക്കട്ടിയാണോ? അതോ ഈ നാട്ടിലുള്ളവരുടെ പലതരം പുണ്യങ്ങൾ പ്രകാശിക്കുന്നതാണോ? ആനന്ദത്തോടെ ഞാൻ കാണുന്ന ഈ വസ്തു മഹാനക്ഷത്ര സന്തോഹമാണോ? രാത്രിയാകുന്ന അങ്കനക്കണിയാൻ മുക്താകലാപങ്ങളും നോക്കുന്നവരുടെ കണ്ണിന് ആനന്ദമരുളുന്ന അമൃതബിന്ദുക്കളും പ്രകൃതിയാൽ ആകാശമേൽക്കട്ടിയിൽ തൂക്കപ്പെട്ട രസക്കുടുക്കകളുമായി താരങ്ങൾ പ്രകാശിക്കുന്നു. ആകാശമലങ്കരിച്ച് ദേവന്മാർ ഉത്സാഹപൂർവ്വം കാഴ്ചവേല നടത്തുമ്പോൾ അത് 4 വർഷത്തിന് ശേഷം ആശാൻ എഴുതിയ ഗ്രാമവൃക്ഷത്തിലെ കുയിലിലെ ദേവന്മാർ ഉത്സവപ്രിയരാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് 4 വർഷം മുമ്പാണ് ഇദ്ദേഹം പറയുന്നത്. ഉത്സാഹപൂർവ്വം കാഴ്ചവേല നടക്കുമ്പോൾ ദേവേന്ദ്രൻ തൻ്റെ രത്നങ്ങൾ എടുത്ത് നീലപ്പട്ടിന്മേൽ നിരത്തി വെച്ച പോലെയുണ്ട് നക്ഷത്രങ്ങളെ കണ്ടാൽ. ഭംഗിയുള്ള കൽപ്പനകളാണ്. കുട്ടിയാണല്ലോ. ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിച്ചും നമുക്കാർക്കും ചിന്തിക്കാൻ പോലും വയ്യാത്ത ലീലകളിൽ വിഹരിക്കുന്ന നീലക്കാരൊളി വർണ്ണന് തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വന്ന വിശേഷ ശ്രമം കൊണ്ട് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നമ്മളിപ്പോൾ നക്ഷത്രങ്ങളായി കാണുകയാണ് എന്നൊരു റൊമാൻറ്റിക് സങ്കല്പത്തോടെയാണ് കവിത തീരുന്നത്. 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് പ്രാരാബ്ധം കൊണ്ട് വാടിയൊരു മനസ്സിലേക്ക് നക്ഷത്രങ്ങളിലൂടെ ഈശ്വരൻ എത്തിച്ച അത്ഭുതാനന്ദാനുഭൂതിയുടെ കവിത. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന ഷേക്സ്പിയർ കവിത കാളിദാസനും അഭിനവഗുപ്തനും എടുത്തു പെരുമാറിയ ആ കവിത. ലോകമാകുന്ന നാടക സമാജത്തിൻ്റെ അധ്യക്ഷൻ എന്നിവിടെ കാണുന്ന ആ രൂപം എല്ലാം കൂടെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ താരതമ്യത്തിന് ഒരുപാടുണ്ട്. 20-ാം വയസ്സിൽ നാലപ്പാടൻ്റെ ഇംഗ്ലീഷ് പാണ്ഡിത്യം എത്രത്തോളം ആയിരുന്നു? ഷേക്സ്പിയർ കവിതകളുടെ മലയാള പരിഭാഷ അദ്ദേഹം അന്ന് വായിച്ചിരുന്നുവോ? ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ സംസ്കൃതം വായിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മരണം വരെ സ്വാധീനിച്ച ഒരു ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനുണ്ട്, ഈശ്വരനുണ്ട് കൂടെ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഈ നക്ഷത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ജീവിതാനുഭവം ആയതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർ അങ്ങോട്ടൊന്ന് നോക്കട്ടെ എന്ന്, നക്ഷത്രങ്ങളെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അനുഭവം തന്നെയാണ് വാസ്തവത്തിൽ. അന്ന് അദ്ദേഹം ഹ്യൂഗോവിനെ പരിചയപ്പെട്ടിട്ടുമില്ല. ഷേക്സ്പിയർ വായിക്കാൻ മാത്രമല്ല അത്രയ്ക്കുള്ളൊരു ഇംഗ്ലീഷ് പരിജ്ഞാനവും അദ്ദേഹത്തിന് അക്കാലത്തായിട്ടില്ല. ലോകം എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു: എല്ലാ ജ്യോതിസ്സുകൾക്കും മുകളിൽ അവയേക്കാൾ വലുപ്പത്തിൽ എന്തെന്നില്ലാത്ത ഉജ്ജ്വല സമ്പത്തോടെ വിലസുന്ന അസംഖ്യങ്ങളായ നക്ഷത്രങ്ങൾ തെല്ലുതെല്ലായി തെളിഞ്ഞ പരിമതിയെ കണ്ട് ഒതുങ്ങിപ്പതുങ്ങി നിന്ന് കണ്ണിമയ്ക്കാതെ ഈ ഭൂമിയെ നോക്കുന്നത് എന്തിനാണ്?
കണ്ണുനീർത്തുള്ളിയിൽ എന്താ പറയണത്? ഇരുൾ കരിക്കട്ടകൾ കൂട്ടിയിട്ടതിടിച്ചു വൈരപ്പൊടി ചിന്നിടുങ്ങി. ആ വൈരപ്പൊടിയാണ് ചിന്നിയെ, വൈരപ്പൊടിയാണ് അവിടെ നക്ഷത്രങ്ങൾ. അങ്ങനെ ചെയ്ത കയ്യ് മൃത്യുവിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് എനിക്കും അനശ്വരത്വത്തെ എടുത്തു കാട്ടും എന്നൊരു ശുഭപ്രതീക്ഷയും കൂടെയുണ്ട്. അപ്പോൾ പീയൂഷ ബിന്ദുക്കളാണെന്ന് 21-ാം വയസ്സിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ്.